ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. കാലത്തെ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ദോശ റെഡിയാക്കി. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കാണ് പിന്നെ എന്താ മസാല ദോശ, എന്നും ദോശയാണ്, അപ്പോൾ ഒന്ന് മസാല ദോശയാക്കാമെന്നും പറഞ്ഞിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. മാവ് പിന്നെ ഞാൻ ഒരു ചട്നിയാണ് ഉണ്ടാക്കണം. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, നാളികേരം അപ്പോൾ ചേർത്തിട്ട് അരച്ചിട്ട് നമ്മൾ ചട്നിയില്ലേ സാധാരണ കടുക് കൂട്ടി ചെയ്യുന്ന ചട്നിയായി. സാമ്പാർ ഉണ്ടാക്കുന്നില്ല, സാമ്പാർ ഉച്ചത്തേക്ക് ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ വേണ്ട, ചട്നി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മസാല ദോശയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഉരുളൻകിഴങ്ങും സബോളയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. ഉരുളൻകിഴങ്ങ് സബോള വേവിച്ച് വെച്ച് ഉടച്ചതാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. ഇനി അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ദോശ ചുടാനായിട്ട് പരത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും. കുറച്ച് നെയ്യ് ചേർത്ത് എന്നിട്ട് നമ്മളിതാ നമ്മുടെ മസാല ഇവിടെ കുറേശ്ശായിട്ട് മസാല ചേർക്കുന്നുള്ളൂ. കാരണം കുട്ടികൾക്കൊന്നും അവരൊന്നും മസാല അധികം കഴിക്കത്തില്ല. അവർക്ക് മസാല കുറച്ച് മതി. ഉരുളക്കിഴങ്ങൊന്നും അവർക്ക് അത്ര വലിയ പ്രിയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ അധികം ആക്കുന്നില്ല, ഇങ്ങനെ പരത്തി ഇതാക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിലും അധികം ഇല്ല. ഇന്നിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലല്ല ഞാനത് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു വെറുതെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഏട്ടൻ പോയില്ല. ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്ന്. നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് പരത്തി ഉണ്ടാക്കുക. കണ്ണനിൽ വെച്ച് നോക്കുക മസാല ദോശ കൂട്ടി ചായ കുടിക്കാൻ. ഇച്ചിരി ഹായ് പറയൂ, ഇങ്ങോട്ട് നോക്കി ഹായ് പറയൂ. അല്ല അതെ, ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ മസാല ദോശയും ചട്നിയും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കൂടി കേരള കാലത്തെ പരിപാടിയാണ്. നമ്മൾ സാമ്പാർ പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. അത് ഇടയ്ക്ക് കടുക് പൊട്ടി, അപ്പോൾ അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം. മൂത്ത് നമ്മളത് സാമ്പാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് സാമ്പാർ റെഡി. പരിപ്പ് ഉള്ളിയും കൂടെ ഉള്ളി സാമ്പാർ റെഡി. ഇപ്പം ഇന്നത്തെ നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് ഉള്ളി സാമ്പാർ, ചക്കക്കുരുവും കായും ഉപ്പേരി, പിന്നെ മാങ്ങാച്ചാർ ഇട്ടത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് അച്ചാർ ഇട്ടതാണ്. പിന്നെ നമ്മുടെ കൊണ്ടാട്ടം വറുത്തതാണ്, അത് കുപ്പിയിൽ ഇട്ട് വെച്ചേക്കുക തണുക്കാതിരിക്കാനായിട്ട്.